ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള T20 പോരാട്ടം ആവേശകരമായ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നാല് T20കളുടെ പരമ്പരയിലെ രണ്ടാം അംഗം നാളെ ബുധനാഴ്ച സെഞ്ചുറിയനിലെ സൂപ്പർ സ്പോർട്ട് പാർക്കിൽ നടക്കാനിരിക്കുകയാണ്. ഇന്ത്യൻ സമയം രാത്രി 8:30 മുതലാണ് മത്സരം തുടങ്ങുന്നത്. പരമ്പരയിൽ ഇരു ടീമുകളും ഇപ്പോൾ 1-1 ഒപ്പം നിൽക്കുകയാണ്. ആദ്യ T20യിൽ ഇന്ത്യ 61 റൺസിന്റെ ഗംഭീര ജയം നേടിയപ്പോൾ രണ്ടാം അംഗത്തിൽ 3 വിക്കറ്റ് ജയത്തോടെ സൗത്ത് ആഫ്രിക്ക തിരിച്ചടിക്കുകയായിരുന്നു. കളിയിലേറ്റ പരാജയത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ടായിരിക്കും സൂര്യകുമാർ യാദവും സംഘവും മൂന്നാം T20ക്ക് ഇറങ്ങുന്നത്. സെഞ്ചുറിയനിലെ സൂപ്പർ സ്പോർട്ട് പാർക്കിലെ പിച്ചിനെ കുറിച്ചും ഇവിടെയുള്ള T20 റെക്കോർഡിനെ കുറിച്ചും നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. സൗത്ത് ആഫ്രിക്കയിലെ മറ്റിടങ്ങളിലുള്ള പിച്ചുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ അല്പം വ്യത്യസ്തമായ പിച്ചാണ് സെഞ്ചുറിയനിലേത്. സാധാരണയായി അല്പം ബൗൺസ് ഉള്ള സാധാരണ ട്രാക്കുകളെ അപേക്ഷിച്ച് ബോൾ കുറെ കൂടി വേഗത്തിൽ ബാറ്റിലേക്ക് വരുന്ന പിച്ചാണ് സെഞ്ചുറിയനിൽ കാണപ്പെടുന്നത്. പിച്ചിന്റെ ഈ സ്വഭാവത്തിൽ ഇത്തവണയും മാറ്റങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. ബാറ്റർമാരെ ഭയപ്പെടുത്തുന്ന വേഗതയും ബൗൺസും കാരണം സെഞ്ചുറിയനിലെ പിച്ച് നേരത്തെ തന്നെ ഏറെ പ്രശസ്തമാണ്. ഇത് പേസർമാരെ ഇവിടെ കൂടുതൽ അപകടകാരിയാക്കുമെന്നുള്ളത് തീർച്ചയാണ്. ഇവിടെ നടക്കുന്ന മത്സരങ്ങളിൽ ടോസ് ലഭിക്കുന്ന ക്യാപ്റ്റൻ ആദ്യം ബോൾ ചെയ്ത ശേഷം എതിരാളിയെ കുറഞ്ഞ ടോട്ടലിൽ ഒതുക്കിയ ശേഷം ചേസ് നടത്താനായിരിക്കും ആഗ്രഹിക്കുന്നത്. രണ്ടാം T20യിൽ ഇന്ത്യൻ പരാജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണക്കാർ ബാറ്റിംഗ് നിര തന്നെയായിരുന്നു. ടോപ്പ് 3യിലെ 3 പേരും 2 അക്കം കടക്കാതിരുന്നപ്പോൾ ടീം ടോട്ടൽ 124 വരെ എത്തിച്ചത് ഹാർദിക് പാണ്ഡ്യയും തിലക് വർമ്മയും ചേർന്നായിരുന്നു. അതുകൊണ്ട് തന്നെ മൂന്നാം T20യിൽ സെഞ്ചുറിയനിലെ അതിവേഗ പിച്ചിൽ ഇന്ത്യൻ ബാറ്റിംഗ് നിര പതറുമോ എന്നുള്ള ആശങ്ക തീർച്ചയായും ആരാധകർക്കുണ്ട്. എന്നാൽ ഇവിടെ ഇന്ത്യ ബാറ്റിംഗിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ തന്നെയാണ് സാധ്യതയുള്ളത്. കാരണം ഓപ്പണർ സഞ്ജു സാംസണും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും എല്ലാം പേസും ബൗൺസറുമുള്ള വിക്കറ്റുകളിൽ കളിക്കാൻ മിടുക്കന്മാർ തന്നെയാണ്. ഇത്തരം വിക്കറ്റുകളിൽ തിളങ്ങാനുള്ള ബാറ്റിംഗ് ടെക്നിക്ക് രണ്ടു പേർക്കുമുണ്ട്. ആദ്യ കളിയിലെ തകർപ്പൻ സെഞ്ചുറിക്ക് ശേഷം രണ്ടാം അംഗത്തിൽ സഞ്ജു ഡക്കായിരുന്നു. എന്നാൽ മൂന്നാം T20യിൽ തകർപ്പൻ ഒരു ഇന്നിംഗ്സുമായി അദ്ദേഹം ശക്തമായ തിരിച്ചുവരവ് നടത്താൻ തന്നെയാണ് സാധ്യതയുള്ളത്. എന്നാൽ സഞ്ജുവിന്റെ ഓപ്പണിംഗ് പങ്കാളിയായ യുവതാരം അഭിഷേക് ശർമ്മ ഈ കളിയിലും ഫ്ലോപ്പ് ആവാൻ തന്നെയാണ് സാധ്യതയുള്ളത്. കഴിഞ്ഞ 2 മത്സരത്തിലും നിരാശപ്പെടുത്തിയ അഭിഷേക് ശർമ്മ ഈ കളിയിലും 2 അക്കം കടക്കുന്ന കാര്യം സംശയമാണ്. കാരണം സെഞ്ചുറിയനിലേത് പോലെയുള്ള പേസും ബൗൺസറുമുള്ള ട്രാക്കുകളിൽ കളിക്കാൻ മിടുക്കനല്ല അഭിഷേക് ശർമ്മ. ഷോർട്ട് ബോളുകളിൽ പുൾ ഷോട്ടിന് ശ്രമിച്ച് അദ്ദേഹം പുറത്താവുന്നത് സ്ഥിരം കാഴ്ചയായി മാറിയിരിക്കുകയാണ്. അടുത്ത കളിയിലും ഇത് തന്നെ സംഭവിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. മൂന്നാം T20യിൽ ഇന്ത്യയെ സംബന്ധിച്ച് മികച്ച വിജയ സാധ്യത ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഈ ഗ്രൗണ്ടിൽ സൗത്ത് ആഫ്രിക്കയുടെ T20 റെക്കോർഡ് അത്ര മികച്ചതല്ല. ഇവിടെ ഇതിനകം കളിച്ച 14 T20 മത്സരങ്ങളിൽ 6 എണ്ണത്തിൽ മാത്രമാണ് അവർക്ക് ജയിക്കാൻ സാധിച്ചിട്ടുള്ളത്. ശേഷിച്ച 8ലും തോൽവി ഏറ്റുവാങ്ങുകയായിരുന്നു. അതിനാൽ തന്നെ ഇത് മുതലാക്കാൻ ഇന്ത്യ ശ്രമിക്കേണ്ടത് തന്നെയാണ്. ടോസ് ലഭിക്കുകയാണെങ്കിൽ ആദ്യം ബാറ്റ് ചെയ്യുന്നതായിരിക്കും ഇന്ത്യക്ക് നല്ലത്. കാരണം സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ആദ്യം ബാറ്റ് ചെയ്ത ശേഷം 12 T20കൾ ജയിക്കാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. എന്നാൽ റൺ ചേസിൽ 3 തവണ മാത്രമേ അവരെ തോൽപ്പിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുള്ളൂ. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.